today for? ഇന്ന് നമ്മളെ ട്രാവൽ ഡേ ആണ്. നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി രാവിലെ വന്നപ്പോഴത്തേക്ക് എന്തേ കാണുന്ന ക്യൂ ഉണ്ട് ഇവിടെ. എന്തിനുള്ളതെന്ന് അറിയില്ല. പോപ്പ് മാർട്ട് ഇവിടെ എന്തോ റിലീസ് എന്തോ ഉണ്ട്, ടോയ്സ് റിലീസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഭയങ്കര ഒരു ക്യൂ. മഴ പൊടിയണുണ്ടേ. ഇന്ന് രാവിലെ മഴ പൊടിയണുണ്ട്. ആദ്യത്തെ 2 ദിവസം മഴയായിരുന്നു, പിന്നെ മഴ കുറഞ്ഞതാണ്. പക്ഷെ ഇപ്പൊ പിന്നെ ഇന്നിപ്പോ അതേ ചെറിയ മഴ പൊടിച്ചില് കാണുന്നുണ്ട്. നമ്മുടെ ഇപ്പം മറ്റേ റെയിൻബോ സ്പോട്ടിൽ പോയി ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോണത്. അത് ഇതുവരെ എടുത്തിട്ടില്ല അല്ലേ? അത് അവിടെ എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ടോ? അടു എന്തെങ്കിലും പറയാനുണ്ടോ അടുക്കുടൂന്? ഒന്നുമില്ല. മഴ എന്താ നോക്കി പറഞ്ഞേ? പുതിയ ചൈനീസ് ടോയാ ലിയോ മേടിക്കാൻ പോവാ. ലിയോന് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, സമയമില്ല. അതൊക്കെ കളക്ഷൻ ആയിരിക്കും. ഒരു ബാഗിൽ തൂക്കണൊക്കെ ലിമിറ്റഡ് എഡിഷൻ സാധനമായിരിക്കും ചിലപ്പോ. സൈമൺ ബോബാട്ടി മേടിക്കാൻ പോയി. നമുക്ക് കൊച്ചിനെ എന്തെങ്കിലും മേടിക്കാം. അതെ, അവിടെ 7-Eleven ഉണ്ട്. സൈമൺ റൂമിലേക്ക് വന്നോളൂ, വരൂലേ? ഗൈസ്, നമ്മൾ തായ്പേയിൽ നിന്ന് തായ്നാനിലേക്ക് പോകാൻ ഒരു ബസ്സിലാണ് നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിന്നൊരു 4 hours ട്രാവൽ എന്തോ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബസ് സ്റ്റേഷനിൽ വന്നിരിക്കണേ. ബസ് സ്റ്റേഷനിൽ കാണുന്നത് ഒരു മോളാണ്. അടിയിലൊരു മോളാണ്, മേളിലോ താഴെയോ ആയിരിക്കും ബസ് സ്റ്റേഷൻ. അത് ഞാൻ കണ്ടിട്ട് പറയാം എവിടെയാണ്. ലിയോയും സൈമനും ഓൾറെഡി ഒരു ദിവസം പോയി ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വന്നതാണ്. ഇത് കണ്ട ബസ് സ്റ്റേഷനാണെന്ന് തോന്നുന്നു. വേറെ വല്ല എൻട്രൻസ് ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ, അല്ലേ? വേറെ വല്ല എൻട്രൻസ് ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ. ഇവിടെ കൂടി കണ്ടില്ലേ, മോളാണ്. തായ്പേ ബസ് സ്റ്റേഷൻ ഇതിൻ്റെ പൊക്കത്ത്. സ്റ്റാർബക്സ് എല്ലാം ഉണ്ട്. നമ്മുടെ അവിടുത്തെ ബസ് സ്റ്റേഷൻ കാണണം, ഇവിടത്തേക്ക് ബസ് സ്റ്റേഷൻ്റെ സെറ്റപ്പ് കാണണം. എന്താ ചെയ്യാം, നമ്മുടെ നാട് എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോഴത്തേക്കും നമ്മളൊക്കെ വയസ്സായിട്ടുണ്ടാവും. നമ്മളിങ്ങനെ കയറി വന്നിട്ട് ഇവിടെ നിന്നാണ് ബസ് സ്റ്റേഷൻ. ഇവിടെ കണ്ടില്ലേ, പല നമുക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള സ്ഥലം എഴുതിയിട്ടുണ്ട്. അതിനുള്ള നമ്പർ, അതിനുള്ള എത്രയാണ് എൻട്രി അങ്ങനെ എഴുതിയിട്ടുണ്ട്. ലിയോയും സൈമനും നമുക്ക് തായ്നാനാണ് പോകേണ്ടത്. തായ്നാൻ ഒരു ഓൾഡ് സിറ്റിയാണ്. അവിടെ 1 day നമ്മൾ സ്റ്റേ ചെയ്യുന്നുള്ളൂ അവിടത്തേക്കുള്ള ബസ്. അപ്പോൾ അതിൻ്റെ എടുക്കാൻ എങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നതെന്ന്. ഓക്കെ, ഇവിടെ കിയോസ്ക് ഉണ്ട്. അപ്പോൾ ATM എന്ന പൈസ എടുക്കണേ, എന്നിട്ട് അവർ എടുക്കും. ഓക്കെ, ഇതാണ് 1000 എൻട്രി. ഇവിടെ 1000, 500, 100, 200 നമുക്ക് അധികം കിട്ടിയിട്ടില്ലല്ലോ. 100 കിട്ടിയിട്ടേ ഇല്ല. 100. പിന്നെ അത് കഴിഞ്ഞാൽ എല്ലാം കോയിൻസാണ് കേട്ടോ. എല്ലാത്തിനും കോയിൻസ് ഉണ്ട്. 35 അല്ലേ, 30, 40 അങ്ങനെയാണോ? അതൊന്ന് കാണിക്കണം. അയ്യോ, ഒന്ന് കിട്ടിച്ചേക്ക്. അയ്യോ, കൊച്ചാപ്പട കൊച്ചാണ്, കൊച്ചാപ്പട കൊച്ചി, കൊച്ചാപ്പട കൊച്ചാണ്. എങ്ങനെയാ നിങ്ങളുടെ മുട്ട ഡാൻസ്? എങ്ങനെ? ഇതാണ് നമ്മൾ തായ്നാനിലേക്ക് പോകുന്ന ബസ് കേട്ടോ, 1611. അപ്പോൾ റേറ്റ് എത്രയാണെന്ന് നോക്കണം. നോക്കിയിട്ട് ഞാൻ പറയാം. എത്രയാണ് ടിക്കറ്റിൻ്റെ റേറ്റ്? ടിക്കറ്റിന് എത്ര റേറ്റ്? 450 ഒരാൾക്ക്. 450 എൻട്രി. അങ്ങനെ നീണ്ട ഒരു 5.5-6 മണിക്കൂർ, അല്ല 5 മണിക്കൂർ, 4-5 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ തായ്നാൻ ഡെസ്റ്റിനേഷൻ എത്തി. ഹായ് ഗായ്സ്, ഞങ്ങൾ തായ്നാൻ എത്തി. ഇനി തായ്നാനിലെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഗൈസ്, ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന റൂമാണ് ഒരു Airbnb പോലത്തെ. ഈ ബിൽഡിംഗ് ഫുള്ള് നമ്മുടെയാണ്.
ഇവിടെ കണ്ടില്ലേ ഒരു സ്പോട്ട്, നല്ലൊരു സ്പോട്ടെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് ഒരു സ്പോട്ട് ഉണ്ട്. ഓ ക്ലാസിക് മിൽക്ക് ടീ കിട്ടിയ സന്തോഷത്തില്. പക്ഷെ ക്ലാസിക് മിൽക്ക് ടീ എന്ന് പറയുമെങ്കിലും അത് ചിലപ്പോൾ നമ്മുടെ മറ്റേ ഉളച്ചായ ആയിരിക്കും. അമ്പോ ഒരു കിച്ചൺ ഉണ്ട്, ഇതൊന്നും നമ്മൾ വിചാരിച്ചില്ല. ഇപ്പോഴാണ് സായ്മോൻ ഒരു ഒതന്റിക് സീ ഫുഡ് കഴിക്കുന്നത് അല്ലേ? സായ്മോൻ ചെമ്മീൻ കഴിക്കണോ കേട്ടോ? അത് ഞാൻ കഴിച്ച ചെമ്മീന്റെ ബാക്കിയായിരിക്കും, അതവിടെ മാറ്റി വെച്ചേക്ക്. പാല് പാലിന് ആ സാല പോട്ടെ കേട്ടോ. ഇത് പോർക്ക് റൈസ്. ഇത് പോർക്കാണോ ബീഫാണോ? മമ്മി തരാം നടക്കട്ടെ. അതെ, നമുക്ക് കൈ പിടിച്ച് ഗുഡ് ബോയ് ആയിട്ട് നടക്കണല്ലേ കൊച്ചി. നമ്മൾ താമസിക്കണതിന്റെ തൊട്ടിവിടെ തന്നെ മെലാക്ക പോലെ ഉണ്ട്. നമ്മൾ മലേഷ്യയിൽ പോയ മെലാക്കയുടെ ഒരു ഫീലാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്നത്. നല്ല സ്മെല്ല്, ചന്ദനത്തിരിയുടെ അല്ലേ, അഗർബത്തി. ഇവിടെ ഫെസ്റ്റിവല് എന്താ നടക്കണുണ്ട്, അതിൻ്റെയാണ് ഇവിടെ കണ്ടില്ലേ കൊടി സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ലൈറ്റ് ഒക്കെ ഇട്ട് ആകെ അലങ്കരിച്ചാകും. പെരുന്നാളാണ് ഇവിടുത്തെ എന്തോ, ഇവിടുത്തെ ഏതോ ദേവന്മാര്. നൈസ്. ഇതുവരെ നമുക്ക് എത്തിയിട്ട് ഈ വൈബ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണെന്ന് നോക്കണം. ഒരു ശാന്തതയുണ്ട്. നമ്മുടെ റൂം നല്ലതാണ്, നമുക്ക് ഇഷ്ടപ്പെട്ടു. വെൽക്കം ടു ഡേ 1 ഓഫ് തായ്ലാൻഡ്. നമ്മൾ തായ്ലാൻഡ് വന്നിട്ട് ഫസ്റ്റ് ഡേ ആണത്. ഇന്നൊരു ദിവസം മാത്രമേ ഉള്ളൂ ഇവിടെ. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡേ എന്ന് പറയും. ഇന്നലെ അല്ല, സെക്കൻഡ് ഡേ എന്ന് പറയാം അല്ലേ. ട്രാവൽ ചെയ്ത ഫസ്റ്റ് ഡേ ആടെ പോയി ഒരാളെ നൈസായിട്ട് ആ സമയം കൊണ്ട് ഹാൻഡിൽ വലിച്ചു കളിക്കണേ. നമ്മളിപ്പം അൻപിങ് ഓൾഡ് സ്ട്രീറ്റിലേക്ക് പോകുന്നത്. ഫോർട്ട് ഉണ്ട്, ട്രീ ഹൗസ് ഉണ്ട്, അത് കാണാൻ വേണ്ടിയിട്ട്. നോ 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 ആടു ഡേഞ്ചർ. പില്ലു ഉണ്ടല്ലോ, പില്ലു പില്ലു ഇതാണ് റിയാലിറ്റി. ഒരു ഫോട്ടോ പോലും നല്ലത് കിട്ടില്ല ആടുൻ്റെ ഒപ്പം. അപ്പം ഒരു ഫോട്ടോ പോലും അവരെ നോക്കിയിട്ടില്ല. നല്ല മുഖം ഉണ്ടായിട്ട് എന്താ കാര്യം, നല്ല ഫോട്ടോ ഇടണ്ടേ. പാർക്കിൽ കൊണ്ടുപോകില്ല. പാർക്കിൽ കൊണ്ടുപോകണമെങ്കിൽ അത് വലിക്കരുത്. പാർക്കിൽ കൊണ്ടുപോകണോ, ഓടാൻ കൊണ്ടുപോകണോ? നടക്കാൻ അവന് ഓടാൻ നടക്കാൻ അത്രയും മതി. വേറെ ഒന്നും അവന് ആഗ്രഹമില്ല. ഒരു സ്ഥലവും കാണണ്ട. അവനൊന്നും നോക്കാതെ റോട്ടിൽ കൂടി ഓടിയാൽ മതി. വേണ്ട നോന്ന് പറഞ്ഞ തമാശ അല്ല ടാടു, സീരിയസ് ആണ്. പിന്നെ ആയിരിക്കണം. ട്രീ ഹൗസ് ട്രീ ഹൗസിലെത്തി എൻട്രി ഫീസ് എൻട്രി എടുക്കണം. ഡാഡി മമ്മിയും സൈമനും എത്താനുണ്ട്. ഞാനും കുഞ്ഞും പോയി. This is Anping Tree House.
വാ, വാ. അങ്ങോട്ട് പോ. ആ പുല്ലില് കിടന്നു കൊള്ളാം. അവിടെ 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 വാ. അമ്പോ വലിയ റിയാട് കിളികൾ അവൻ അങ്ങോട്ടേ പോളാം പോട്ടെ. ഞങ്ങ പോണിട്ടാടോ. പൂഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വിളിച്ചു ഇങ്ങനെ ആടിപ്പോ. ട്രീ ഹൗസ് കാണുന്നുണ്ട്. ഇത് കുറേ സ്റ്റെപ്പൊക്കെ കയറാനുണ്ട്. സ്റ്റെപ്പൊക്കെ കയറി മുകളിലൊരു ഹൗസിൻ്റെ മേളിൽ ഫുള്ള് ഈ അൽവരം. അമ്പോ ഇത് കണ്ടില്ലേ? കൊള്ളാം. എന്നിട്ട് സ്റ്റെയറൊക്കെ ഇറങ്ങി ഞാൻ തിരിച്ച് കാണിച്ചു തരാം. ആ ഒന്ന് അതങ്ങനെ പോ. ഇങ്ങനെ ഫോട്ടോ എടുക്കണ കാര്യം പറഞ്ഞ് നമ്മളവിടെ കൂടി ഇങ്ങനെ നടന്ന് വന്ന് ഇതാണ് അൻപിങ് ഓൾഡ് ഫോർട്ട്. ഇതിൻ്റെ എക്സിറ്റ് ആണ്. അപ്പം നമ്മളിത് ചുറ്റി കറങ്ങി പോകണം. കറങ്ങി അവിടെ എത്തുമ്പോഴാണ് നല്ല വെയിലാണ്. നല്ല വെയിലാണ്. അതുകൊണ്ട് വലിയ സുഖമൊന്നുമില്ല അല്ലേ സൈമൻ? നല്ല വെയിലാണ്. ടാനായി രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ചൂടത്തോടുന്നു. അതെ, അതുകൊണ്ട് ഇപ്പൊ ഞങ്ങളെ കണ്ടേ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടെന്ന് നമുക്കത്. നടന്ന് പോണം. അറിയൂ, ഇത് ഡച്ചുകാരുടെ കാലത്ത്, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരൊരു 10 വർഷം കൊണ്ട് ബിൽഡ് ചെയ്തതാണ് അൻപിങ് ഫോർട്ട്. നമ്മളീ കാണുന്നതാണ് ഫോർട്ട്. പിന്നീട് അത് ജപ്പാനീസ് ചൈനീസ് ഭരണകാലത്ത് അതിനെ മറ്റേ ഓറഞ്ച് ഫോർട്ടെന്നോ അങ്ങനെയൊക്കെ ആയിട്ട് മാറി. അതിന് പല പല പേരുകൾ വന്നു. പിന്നീട് അതിന് അൻപിങ് ഫോർട്ട് എന്ന് ആണ് ഇന്ന് പിന്നീട് പേരുമാറ്റം സംഭവിച്ചതാണ്. അതാണ് ഇതിന്റെ ചരിത്രം. ചെറിയ അതെ, വിക്കിപീഡിയയാണ്. കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലും തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ തന്നെ പോയി വായിച്ച് പഠിക്കണം. അതെ, നമ്മൾ ഒരുപാട് ഇതിനെ കുറിച്ച് പഠിച്ചിട്ടൊന്നുമല്ല വരുന്നത്. കാരണം നമ്മളുടെ ട്രാവൽ തന്നെ നമ്മൾ വരൂലേ എന്നുള്ള കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. അതുകൊണ്ട് ഒരുപാടൊന്നും നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. നമ്മളിവിടെ നിന്ന് കണ്ടുപിടിക്കാം. കാണുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വായിച്ച് നോക്കും. ഓക്കെ, ഇതാണ് അതിൻ്റെ സംഭവം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ എൻട്രൻസ് ഉണ്ട്, ടിക്കറ്റ് ഉണ്ട്. ഇവിടെ ഉണ്ട്. അതുപോലെ അൻപിങ് ട്രീ ഹൗസിൽ നമ്മൾ ടിക്കറ്റ് എടുത്തായിരുന്നു. അങ്ങനെ നമ്മൾ കടക്കുകയാണ് കോട്ടയിലേക്ക്. അൻപിങ് പഴയ കോട്ട. ഇതും വലുതല്ലേ? ഇതാണോ വലുത്? ഇതാണോ വലുത്? അതാണോ വലുത്? വലുത്. ഫോർട്ട് ആദ്യം ഉണ്ടാക്കുമ്പോൾ ബ്രിക്സ് ഇല്ല. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയത് ബാമ്പു കൊണ്ടൊക്കെയാണ്. ബാമ്പു പിന്നീട് അത് അവര് മോഡിഫൈ ചെയ്ത് ബ്രിക്സ് ആക്കി. അതാണ് അതിന് പഴക്കമില്ലാത്തത്. അധികം പഴക്കമില്ലെന്നല്ല, അവിടെ ഉണ്ട്. ഇവിടെ ഇതൊക്കെ പിന്നീട് ഇട്ടതാണ്. പിന്നീട് 1627 അല്ല, ഈ ടൈല് ഇതൊക്കെ ടൈലാണ്. അത് ഫോർട്ട്, ആ കാണുന്ന ഫോർട്ട് പഴയ ബ്രിക്കാണ്. ഇതെന്ന് പറഞ്ഞ ഇവര് ഭംഗിക്ക് വേണ്ടി പുതിയ ബ്രിക്കാണ്. അതെ. പിന്നെ അതിന്റെ ആദ്യത്തെ പേര് ഫോർട്ട് സീലാൻഡ് ഇന്ത്യ. ഇന്ത്യ സീലാൻഡിയ.
അത് ഡച്ചുകാരുടെ കാലത്താണ്, അത് നേരത്തെ പറഞ്ഞ പോലെ. പിന്നീട് അതിനെ ഇദ്ദേഹത്തിന്റെ പേരെന്താണ്, ചൈനീസ് പുള്ളി ടേക്ക് ഓവർ ചെയ്യുകയും അതിന്റെ പേര് മാറ്റുകയും ചെയ്ത്. ഞാൻ കണ്ടത് ഇതാണ് നമ്മുടെ അൻപിങ് ഫോർട്ട്. നമ്മളിതില് ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിച്ചിട്ടില്ലേ, ഇത് ഉണ്ടാ ഫ്രിഡ്ജ് മാഗ്നറ്റില് ഉണ്ട്. ഞങ്ങൾ ഇതിന്റെ മാത്രം ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ് മേടിച്ചത്. മറ്റേ സോഡാക്കുപ്പ് ഈ ഇതിന്റെ മൂടിയുടെ അങ്ങനത്തെ കുഞ്ഞിത ബട്ടൺ ടൈപ്പാണ് മേടിച്ചത്. എന്നിട്ട് ഇവിടുത്തെ മരങ്ങളൊക്കെ നല്ല ഭംഗിയിൽ അവരത് ഷേപ്പൊക്കെ ചെയ്ത് നിർത്തി നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ നല്ല കാണാൻ നല്ല ഭംഗിയാണ്, ക്ലീൻഡാണ്. അതെ, ലിയോയുടെ കാലിന് പറ്റിയ രീതിക്കുള്ള സ്റ്റെപ്പാണ്. കൂടെ പക്ഷെ നല്ല വെയിലാണ്, അത്ര അത്രയൊരു പ്രശ്നമാണ്. മനസ്സിലായില്ലല്ലോ. എന്താ ഇവിടുന്ന് അയ്യോ മറ്റേ ഡാഡിയുടെ കയ്യിലാ ബുക്ക്. ഇത് വെറുതെ നമ്മൾ അവിടെ കയറിയ പോലത്തെ സ്റ്റോറ്. നമ്മള് ട്രീ ഹൗസിൽ കണ്ട പോലത്തെ സെയിം സ്റ്റോറാണ്. ഇത് കണ്ടില്ലേ, ലിയോ കളക്ട് ചെയ്ത സ്റ്റാമ്പ്സ് ആണ് ഓരോ ലൊക്കേഷനിൽ നിന്ന്. ഇതിന്റെ മാവുവാ, ഇതാണ് ഇവിടുത്തെ സ്റ്റാമ്പ്. ഓരോ സ്ഥലത്തും ഓരോന്നുണ്ട്. എത്ര എണ്ണം ഉണ്ട് ടോട്ടല്? സൂവിൽ എനിക്ക് എല്ലാം എടുക്കാൻ പറ്റില്ല, ഇത് പറഞ്ഞിട്ട് പറ്റുള്ളൂ. സൂവിൽ എല്ലാം 5-6 കിലോമീറ്റർ ഉണ്ട്, എല്ലാം നടന്നെടുക്കാൻ പറ്റൂല. പിന്നെ ഇത് എലിഹ്യൂ, ഇത് അൻപിങ് ട്രീ. ഇതാണ് കോൺഫ്യൂഷ്യസ് ടെമ്പിൾ. ഇതൊരു തായ്ലാൻഡിലൊരു ഭയങ്കര ഫേമസ് ടെമ്പിളാണ്. കൂട്ടം ജനതയുടെ കൂടുതൽ ചരിത്രം സോ ഇതാണ് കോൺഫ്യൂഷ്യസ് ടെമ്പിൾ. ഇവിടെ എൻട്രൻസ് ഫീ ഉണ്ട് ഒരു 40 ഉണ്ട്. സോ പറഞ്ഞതുകൊണ്ട് നന്നായി. എങ്ങനെയായിരുന്നു? ആ വഴിയായിരിക്കും. ഇത് 1650 കണ്ടും പണിത ടെമ്പിളാണ്. ഭയങ്കര ഓൾഡ് ടെമ്പിളാണ്. സോ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ അവർ നമുക്കൊരു ലീഫ്ലെറ്റ് തന്നു. അതിനകത്ത് ഇതിനെപ്പറ്റി കംപ്ലീറ്റ് വിവരങ്ങളും എല്ലാം ഉണ്ട്. സോ അതിനകത്തെന്തോ ഓരോ ഷേപ്പിലുള്ളതുണ്ട്, ABC ഷേപ്പിലുള്ള ഓരോ സാധനങ്ങളുണ്ട്. ഉണ്ടാ BCDEFGHI അങ്ങനെ ഓരോ അക്ഷരത്തിലും ഓരോ സാധനങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. അതിനെപ്പറ്റിയുള്ള വിവരണങ്ങൾ കംപ്ലീറ്റ് ഈ പാംഫ്ലെറ്റ് ഇതിൽ തന്നിട്ടുണ്ട്.
ഹായ് ഗൈസ്, നമ്മൾ നേരത്തെ ഫോർട്ടും അതൊക്കെ കണ്ടിട്ട് വന്നിട്ട് ടയേർഡായി റെസ്റ്റ് എടുത്തിപ്പോൾ രാത്രി ദത്തും നൈറ്റ് മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഓ മൈ ഗോഡ്, ഞാൻ തിരിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ എവിടെ നിന്ന് കഴിക്കും, എന്ത് കഴിക്കും, എങ്ങനെ തുടങ്ങും എന്നറിയില്ല. എവിടെ my god, sweet potato balls. ഇതൊക്കെയാണ് നൈറ്റ് മാർക്കറ്റ് അല്ലേ? അതെയാട് അങ്ങനെ അവരേക്കിട്ട് ചില്ലടിക്കും. വേണ്ട, ലാസ്റ്റ് വേറെ വല്ലതും മേടിച്ചു. ഞങ്ങളുടെ ഡാഡി അങ്ങ് പോയി. ഞങ്ങളുടെ ഡാഡി അങ്ങ് നടന്ന് പോയാச்சு. ഞങ്ങളൊന്ന് തിരിഞ്ഞു പോലും ഇപ്പോഴാണ് ഒന്ന് തിരിഞ്ഞു നോക്കിയേക്കണേ കേട്ടാ. ആള് വീഡിയോ എടുത്ത് പോണേ, ഒരു നോട്ടവും ഇല്ല. ചെമ്മീൻ ചിക്കൻ തൈസ് നൈസ്. ഓ ഓ ഓ അമ്മച്ചി ഞങ്ങളെ പൂച്ച വിളിച്ച് അമ്മച്ചി അവിടെ വേറെ ശ്രദ്ധയിലാണ്. അമ്മച്ചി ഞങ്ങളെ പൂച്ച വിളിച്ച് കാണിച്ചു കൊടുത്ത പൂച്ച വിളിച്ചത്.